ഫ്രണ്ട്സ്, ഡിജി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ സ്കൂൾ റീഓപ്പൺ ചെയ്യാനായി. നാളെയാണ് റീഓപ്പൺ ചെയ്യുന്ന ഡേ. അപ്പം എൻ്റെ സ്കൂൾ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ എൻ്റെ സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. സോ നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ സ്കൂൾ ഷോപ്പിങ്ങിന് വന്നേക്കാണ്. ബാഗും ഷൂവും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ബാഗും ഷൂ മാത്രം വാങ്ങിയാൽ മതി എനിക്ക്. അപ്പോൾ ഷൂ വാങ്ങാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ വന്നേക്കാണ് നിലമ്പൂര്. അത് കുറച്ച് ഷൂ സ്കീലുള്ള ടൈപ്പ്. അതെയോ? വേറെ മോഡൽ നോക്കി നോക്കി കണ്ടോ? അത് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ലേ? ആവില്ലേ? നോക്കി നോക്കാം. കുട്ടികളൊക്കെ ബാഗ് വാങ്ങി തരാറായിട്ടുണ്ടാവും. ഇപ്പോൾ ബാഗ് സ്കൂൾ പറഞ്ഞ ഇത്രയും അല്ല, നോർമലി സ്കൂൾ ബാഗ് അല്ലല്ലോ വാങ്ങണം, പിന്നെ കുഴപ്പമില്ല. ഫ്രണ്ട്സ്, എനിക്ക് സ്കൂൾ ഷൂവിൻ്റെ ഒപ്പം തന്നെ ഒരു സാധാ ഒരു ചെരുപ്പും കൂടെ വാങ്ങണം. ഇപ്പം എൻ്റെ അടുത്ത് ഞങ്ങൾ ചെരുപ്പ് വാങ്ങൽ കുറവാണ് ഗൈസ്. ഒരു സാധാ ചെരുപ്പ് അത് പിന്നെ ഒന്ന് ലൂസാവില്ലേ നടക്കുമ്പോൾ? അല്ലേ? ഹീലുള്ളതുകൊണ്ട് ഹീലുള്ള ചെരുപ്പുകൾ അങ്ങനെ ഇടാറില്ല. ചെറിയ ഉള്ളത് വലിയ ഇറങ്ങുമ്പോഴൊക്കെ നടന്നു പോകുന്നു വേണ്ടല്ലോ അല്ലേ? അല്ലേ? ഞാൻ ക്രോക്സിൻ്റെ മോഡലാണ് നോക്കണത്. ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനത്തെ മോഡലാണ് നോക്കണത്. നോക്ക്, ഇതിന് പൂവ് അഴിച്ചു മാറ്റാന്ന് അവർ പറയുന്നത്. ഇതിനും പൂവുണ്ട്. അത് പൂവുള്ളത് നമുക്ക് വേണമെങ്കിൽ ക്യൂട്ടിൻ്റെ പെടാം, അല്ലാത്തതിൻ്റെ ഒപ്പം കഴിച്ചു മാറ്റാം. പപ്പ, പച്ചയാണോ പിങ്ക് ആണോ രസം? അല്ല, പിങ്ക് ഒരു സാധാ ലേഡി. എനിക്ക് പച്ച ഇഷ്ടമായേ. ആണോ? വേറെ കളർ ഏതുള്ളത് കൊടുക്കാല്ലേ? ഇല്ലാത്ത ടൈപ്പ് ഉണ്ടോ അങ്ങനെ? പിങ്ക് പിന്നെ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നൊരു കളറല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്കും കൂടെ ഒരു ചെരുപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ വീട്ടിലിടുന്ന ടൈപ്പ്. ഞാൻ ചെയ്താണ് ഉദ്ദേശിച്ചത്. പുറത്തു കൂടെ ഇടാനോ? വീട്ടിലിടാനും ഷൂ അല്ലാത്തൊരു ചെരുപ്പ് എനിക്കില്ല ഫ്രണ്ട്സ്. ക്രോക്സിന്റെ ഈ ടൈപ്പ് ഒറിജിനൽ 7500, ഇത് 999. ആട്ടെ, ഇതാണ് മറ്റേ എന്താണ് ഡൊണാൾഡ് ട്രംപൊക്കെ ഇട്ട ചെരുപ്പ്. പുള്ളി ഏതൊരു ഫംഗ്ഷൻ ഈ ചെരുപ്പിട്ട് വന്നത് വരെ ഈ ബ്രാൻഡ് വളരെ ലോ ആയി കിടക്കുന്ന ആരും വാങ്ങാത്തൊരു ചെരുപ്പ്. മൂപ്പരും അതേമാതിരി കുറച്ച് സെലിബ്രിറ്റീസും അടുപ്പിച്ച് ഇത് അങ്ങോട്ട് ഇട്ടു. ആ ഒരു ബ്രാൻഡ് ചെയ്തത് അങ്ങനെ. പിറ്റേ ദിവസം മുതൽ VIP ഇതിടാൻ തുടങ്ങി. അത്രേ ആൾക്കാര്. ഫ്രണ്ട്സ്, അപ്പം ചെരുപ്പൊക്കെ സെറ്റായി, ഷൂവും ഇതൊക്കെ സെറ്റായി. ഇനി ബാഗ് വാങ്ങാനുണ്ട്. ബാഗ് നമുക്ക് ഇവിടെ തന്നെ വാങ്ങാം. മുകളിലത്തെ നിലയിലാണ് തോന്നുന്നത് ബാഗ്. അപ്പം നല്ലൊരു ബാഗ് വാങ്ങണം. ഫ്രണ്ട്സ്, മുകളിൽ ബാഗൊക്കെ കണ്ടു പോയൊക്കെ. കളറ് കാണണേൽ നല്ലത് വെച്ചാണ് വാങ്ങാം. എനിക്ക് അമേരിക്കൻ ടൂറിസ്റ്റർ വേണമെന്നാണ്. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അത് ഞാൻ സ്കൈ ബാഗ് എന്ന് യൂസ് ചെയ്തിരുന്നത്. അപ്പം അത് നോക്കാം. അഡിഡാസ് നൈക്ക്. ബാ പപ്പയ്ക്ക് സെലക്ട് ചെയ്യാനറിയാം ബാഗ്. ഇത് രസമുണ്ടോ? ഇത് കൊള്ളൊക്കെ ചെയ്യും. അമേരിക്കൻ ടൂറിസ്റ്ററുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ലൈറ്റ് ബ്ലൂ ആ വാങ്ങിച്ചത്. പ്രാവശ്യം കളർ വാങ്ങിക്കണം. ടൂറിസ്റ്ററിന്റെ അമ്മ ഇത് വലുതല്ലേ? ഇതിലേതാ രസം? കൺഫ്യൂഷനായി ഗൈസ്, ആകെ കൺഫ്യൂഷനായി. എനിക്ക് നല്ല വെറൈറ്റി ബാഗാണ് വേണ്ടത്. ആരും കൊണ്ടുവരാൻ പാടുള്ളത്. ലൈറ്റ് കളറ് വേണ്ട, വേണ്ട. ഇത് ക്യൂട്ടല്ലേ? പക്ഷെ ഇതുണ്ടാ എന്താ അറിയോ, ഞാൻ വലിപ്പം വേണ്ട അറിയണത്. കുറേ ബുക്ക് വെക്കുമ്പോൾ നല്ല വെയിറ്റ് തോന്നിക്കും. ഒരു വൃത്തിയട്ട മാതിരി തോന്നും കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ. രസമുണ്ട്. പപ്പേനെ വിളിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, പപ്പ സെലക്ട് ചെയ്യട്ടെ. എല്ലാവരും വന്ന് എല്ലാവർക്കും മെജോറിറ്റി ആർക്കാണ് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് വാങ്ങാനാണ് ഗൈസ്. പക്ഷെ എനിക്ക് വലുത് വേണ്ട. ഞാൻ അത്രയും കാലം വലുതോ യൂസ് ചെയ്തത്. അതുകൊണ്ട് വലുതൊരു സുഖമല്ല. അതുകൊണ്ട് ചെറുത് വാങ്ങാറുണ്ട്. ഇതിലേതാ രസം? ബ്രസീലിന് ഇതിലാണ് ഞാനിങ്ങനെ നോക്കിക്കണേ. അത് രസമുണ്ട് സത്യം പറഞ്ഞു. ഫ്രണ്ട്സ്, ഇത് 5 വർഷം ഇന്റർനാഷണൽ വാറന്റി ആണെന്നാ പറഞ്ഞത്. ഇത് രസമുണ്ട് കേട്ടോ.
പക്ഷെ ചെടിയാവും. ഇപ്പൊ ചെന്നും ട്രെൻഡാണ് മലപ്പുറത്ത് പ്രത്യേകിച്ച്. ദേവ് ഈ കളർ ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇവളുടെ സ്റ്റാൻഡേർഡ് സ്കൂൾ വർക്ക് മനസ്സിലാവും. 90% ഇതിലേക്കാണ് നോട്ടം. എന്നാ തന്നെ എടുക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Yeah, അപ്പൊ പിന്നെ അത് fix. ബാഗ് പിന്നെ എടുത്തു. നമുക്ക് കുറച്ച് കഴിയുമ്പോ വേണമെങ്കിൽ ചെറിയ ബാഗാണ്, സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇമ്പോർട്ടഡ് ആണ്, ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടഡ് ബാഗ് ആണ്. ഇതൊരു ബന്ധമില്ലാത്ത ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിൽ പോവാനാ? താങ്കൾക്ക് സ്കൂളിൽ പോവാൻ? ചേച്ചി അത് പ്രിൻസിക്ക് വാങ്ങി കൊടുക്കുന്നതാണ്. ഇങ്ങനെയോ? അങ്ങനെയല്ല, അത് നേരെ ഉൾട്ടിടണം. ഇങ്ങനെ നേരെ കേട്ടിട്ട് പോകുന്ന സമയത്ത് ഒന്ന് പൈസ എടുക്കാൻ കൊടുക്കുക. ബാഗ് കിട്ടിയിരിക്കുകയാണ്. ക്യാമറ ആക്സസറീസ് ഇടാൻ വേണ്ടിയിട്ടൊരു ബാഗായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിയിരിക്കുന്നു. ഇതിലെല്ലാം ഇടാം. ലെൻസ് ഇടാം, ക്യാമറ ഇടാം, ബാറ്ററി, എക്സ്ട്രാ ബാറ്ററി, കേബിള്, മൈക്കിൻ്റെ കേബിള്, രസമാണ്. എല്ലാവർക്കും ഇടാം. ഇത് എന്തായാലും ഉണ്ട് 500. ഇതൊക്കെ നിങ്ങൾ ഡിസ്കൗണ്ട് ഇടൂലേ? ഇടും. ആണോ? ക്യാമറ പറഞ്ഞില്ലേ? അതെ, തെളിവുണ്ട്. ഫ്രണ്ട്സ് ഒരു താഴോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളെയും കൂടി ഉള്ളൂ. കഴിഞ്ഞ മോളെ എന്റെ ബാഗ് കിട്ടിയില്ലേ? ഇവിടെ വെച്ചു. ആ ഇങ്ങനത്തെ ഇതന്നെക്കുണ്ടായിരുന്നു പണ്ട് അല്ലേ? ഇതന്നെ സെയിം. ഇത് പോപ്പി ട്രോഫി വാങ്ങണോ? ഫ്രണ്ട്സ് ബാഗും ചെരുപ്പൊക്കെ വാങ്ങി പോവാണ്. ബ്ലാക്ക് കാരണം മുന്നിലേ ഈ കോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോ എടുത്താലോചിക്ക. ബ്ലാക്ക് പോളോ. ഫ്രണ്ട്സ് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചോണ്ട് നിൽക്കണം. നിങ്ങളെന്താ ലൈം സോഡേ ശരിയാത്തേക്കാം. ഫ്രണ്ട്സ് എനിക്ക് നാളെ ക്ലാസ് തുടങ്ങും 11-ാം തീയതി. അപ്പം എക്സൈറ്റഡ് ആൻഡ് ടെൻഷൻ ആവുന്നുണ്ട്. ഒരു ടെൻഷനുള്ള ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളെ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. ആരും അറിയില്ല, അവിടുത്തെ ടീച്ചേഴ്സ് ഏതാന്ന് അറിയില്ല, ഗ്രൂപ്പ് പോലും വന്നിട്ടില്ല. ഞങ്ങള് എൻ്റെ ബ്രസീൽ ജേഴ്സി ആക്കിയതാണ്. അപ്പം മുണ്ടെടുത്തേക്കണത് അത് മാറ്റി നിക്കറാക്കി. ഫ്രണ്ട്സ് ഉണ്ണിമോളെ ഉണ്ണിമോളെ അർജന്റീന കെട്ടുന്ന ഗായ്സ് ഞങ്ങൾ പോവാണ്. ദിയമോള് വരാനായി. അർജന്റീന ബ്രസീൽ. ഫ്രണ്ട്സ്, നമ്മൾ ദിയമോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും വന്നു. ബസ് വന്നു. നമ്മളെ വണ്ടി മനസ്സിലായിട്ടില്ല. ഇല്ല അല്ല അല്ല ഞങ്ങള് പോയ കടയിൽ എന്ത് രസമുള്ള ബാഗ്സ് ചെയ്യുന്നൂല്ലേ? ബാഗ്സ് ഉണ്ട്. കാണിച്ചു തരാം. ഇതിപ്പോ നാളെ എഡിറ്റ് ചെയ്തിടുമ്പോ കാണാം. ഓള് മഴ കൊള്ളാതൊക്കെ വേണ്ടിട്ട് ഇങ്ങനെയാണ് ഗൈസ് കാട്ടല്ലേ. എന്റെ ബാഗൊക്കെ ദിയാ ഇതുണ്ട്. അവിടെ പൗച്ചൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്ക. പിന്നെ ഇവിടെ സിബ് 4 സിബ് ഉണ്ട്. ഇതെന്റെ ചെരുപ്പ്. ഈ ചെരുപ്പ് കണ്ടോ? ഇതിപ്പോ പൂവല്ലേ ചെരുപ്പുമേ? ഇനി കണ്ടോ? ഇനി ഈ പൂവ് വേണ്ടെങ്കിൽ നമുക്ക് ദൂരെ എടുക്കാം. വേണമെങ്കിൽ നമുക്ക് അയ്യോ ഇതെങ്ങനെ ഇടുക? ഐ ഡോണ്ട് നോ ടു വെയർ. 650 ഗൈസ്. ഒറിജിനൽ ക്രോക്സ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ക്രോക്സ്. ഇതൊക്കെ എൻ്റെ സ്കൂൾ ഷൂ. ഒരു സ്റ്റാൻഡേർഡ് സ്കൂൾ ഷൂ തന്നെ കിട്ടി ഗൈസ്. ജാംജൂമ് പോയപ്പം വിലക്കുറവിന് കിട്ടിയതുകൊണ്ട് ഇതെനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ കിട്ടുമോ അല്ലേ?
സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞതാണ്. സ്കൂളും തുറന്ന് ഒരാഴ്ചയായി പോകാൻ തുടങ്ങി. ഇത് ദിയമോളുടെ സ്കൂൾ ഷോപ്പിംഗ്. അത് ദിയമോക്ക് വാങ്ങിയതാ. അതെ, ദിയമോക്ക് ദിയമോക്ക് വേണ്ടി എന്റെ ഗിഫ്റ്റ് വെറുതെ കേട്ടോ. നോട്ടാ അതെന്താ? ഇതിന് ദിയമോക്ക് പറ്റുന്ന ഒരു സാധനം ഉണ്ട്. അതിന്റെ വലിപ്പം അത് വലുതായിരിക്കല്ലേ? ഓ അത് ടൈറ്റ് ആക്കാ ഇനി അതില് എന്താ ഇവിടെ ഒരു വിരലൊളിച്ചിരുന്നു. ഫ്രണ്ട്സ്, എനിക്ക് ദിയമോക്ക് മാത്രം ചെരുപ്പ് വാങ്ങിയില്ല, ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങി. ഇത് കണ്ടോ, സിജോന്റെ അടിപൊളിയാണല്ലോ. മറ്റേതല്ലേ നപ്പെടുത്തേ? ഫ്രണ്ട്സ്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ്. ദിയമോള് വന്ന് അവള് പിന്നെ ഫുഡൊക്കെ കഴിച്ചു, ഹോംവർക്കൊക്കെ ചെയ്തു. ഇപ്പം എന്തോ ഒറ്റയ്ക്ക് ആലോചിച്ചിരുന്ന് അഭിനയിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് പോവുകയാണ്. അപ്പം വേൾഡ് കപ്പ് തുടങ്ങാൻ പോവുകയാണല്ലോ. മറ്റന്നാളാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ പലരും പല ടീമൊക്കെയാണ്. പലരും ദിയമോള് മെസ്സിയാണ്, മെസ്സി ടീം. അപ്പോൾ ഞങ്ങൾ എടക്കര, അവിടെ അടുത്ത് എടക്കര മുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബ്രസീൽ ഫാൻസും അർജൻറ്റീന ഫാൻസും കൂടി മത്സരിച്ച് വെക്കുന്ന കുറച്ച് ഫ്ലെക്സുകൾ അവിടെ ഉണ്ടെന്ന് സിജോ പറഞ്ഞു. ഞാനത് കണ്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അവൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പോയിട്ട് അതെങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ആ റൂട്ടിലൊന്ന് പോയിട്ട് ജസ്റ്റ് ഒരു ഡ്രൈവ് പോകുന്നു, ഒന്ന് കണ്ട് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു പോരുന്നു. സിജോ, മോളെ ഓടിക്കണോ? പ്രോ ഡ്രൈവർ. കുറച്ച് ആളില്ലാത്ത സ്ഥലത്ത് എത്തിയിട്ട് ഓടിക്കാം. ഫ്രണ്ട്സ്, എടക്കര എത്തിയിരിക്കുന്നു നമ്മൾ. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുണ്ടാന്ന് പറഞ്ഞ സ്റ്റോപ്പ്. ഫ്രണ്ട്സ്, ഇവിടെ പണി നടക്കുന്നുണ്ട് അത്രേ. 660 അടി പണി നടക്കുന്ന സ്ഥലം. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലെക്സ് ആണ്. ലോകത്തിലെന്ന് പറയുന്നു. നോക്കാം. ഫ്രണ്ട്സ്, ആ കൊടി അയച്ചു. ഇനി ഇവരെ അയച്ചോണ്ട് സീലിന് അഴിക്കും എന്നുള്ളത്. ഇതാണല്ലേ? ശരി ശരി. തൊട്ടറപ്പാക്കല കുറച്ച് നീളത്തിലല്ലേ? വാമോസ് അർജന്റീന എന്ന് പറഞ്ഞേ. ബ്രസീലാണെ ബിബ ബ്രസീൽ എന്ന് പറഞ്ഞോ. നാളെ അർജന്റീനയോ? അവസാനം എന്തോ ഒരു മാസ് ഡയലോഗ് എഴുതിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പൊള്ളും എന്നാണ് ഞാൻ കണ്ടത്. ഫൈനലി ഞാൻ റീലിൽ കണ്ട് ആ മറ്റേ ബ്രസീൽ ഫ്ലെക്സ് ഞാൻ കണ്ടിരിക്കുന്നു ഗൈസ്. 400 ഫീറ്റിന്റെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കപ്പ ബിരിയാണി സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. ട്രാവൽഡ് 10 കിലോമീറ്റേഴ്സ് ഫോർ ദി സ്പോട്ട്. കപ്പ ബിരിയാണിക്കായി കുതിച്ചു പായുന്ന സിജോ. എന്താ പോയി നോക്ക്, ഒരു 1-2 ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണിയും പിന്നെ എന്താ അപ്പം പൊട്ടിക്കറി, അപ്പം ബോട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അച്ചായന്മാരുണ്ടാക്കിയതാന്ന് തോന്നുന്നു. അച്ചായന്മാരുണ്ടാക്കിയതാന്ന് തോന്നുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കാം. കിട്ടുന്നാണ് പറയപ്പെടുന്നത്. ആണോ? അപ്പൊ വീഡിയോയിൽ കണ്ടേന്ന് കട്ടൻ ചായ. എന്റെ കട്ടൻ ചായ ആർക്ക് വേണേലും എടുക്കാം. പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തേ വിറകടുപ്പത്തെ കട്ടൻ ചായ കേട്ടോ, ആ ടേസ്റ്റ് നൊസ്റ്റാൾജിയസ് ആണ്. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴേ വീടിന്റെ അടുക്കളന്ന് പുക വരേണ്ട ഒരു സന്തോഷമാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടാവും എന്നുള്ളൊരു. അന്ന് അപ്പൊക്കെയാണ് ഈ ഗോതമ്പപ്പം ഞായറാഴ്ച അത് പിന്നെ മസ്റ്റാണ്. എന്താ ഉള്ളത്? ഓക്കെ, വോട്ട് വരുന്നുണ്ട്. സിജോന്റെ അഭിപ്രായമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് പറയട്ടെ, ചേട്ടായി ഉണ്ടാക്കുന്ന അത്ര പോരാ. അത് തന്നെ പൊക്കി പറയല്ലേ. കടകളിൽ നിന്ന് കിട്ടുന്നത് വെച്ചാനുണ്ട് പറയാം. എരിവുണ്ട്, കുഴപ്പമില്ല. പലർക്കും പല ടേസ്റ്റ് അല്ലേ. എനിക്ക് ചേട്ടായുടെ ഇഷ്ടം കുറച്ചുകൂടെ. ഫ്രണ്ട്സ്, ഞങ്ങള് കപ്പ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്.
പക്ഷെ കപ്പ ബിരിയാണി ആവറേജേ ഉള്ളൂ. പക്ഷെ എന്താ പറയാ, ബോട്ടി അടിപൊളിയാ. അപ്പവും ബോട്ടി അടിപൊളിയാണ്. കപ്പ ബിരിയാണി സത്യത്തിലൂടെ ആവറേജ്. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തോന്നി അല്ലേ. അതെ, ചേട്ടായി ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കപ്പ ബിരിയാണിന്റെ. അത് പൊട്ടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളെ പ്രോഗ്രാം ഒക്കെ ഇന്നത്തെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്തി. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.